നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത് വീട്ടിൽ വളർത്തിയിട്ടുണ്ടെങ്കിലും വാസ്തുപരമായിട്ട് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ആ വീട്ടിലേക്ക് വരുവാൻ കാരണമാകുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ വീടുകളിലും തന്നെ വളർത്തുവാൻ കഴിയുമെങ്കിലും ചില വീടുകളിൽ മാത്രമേ ശംഖുപുഷ്പം നല്ല രീതിയിൽ വളരുകയും മനോഹരമായിട്ട് പൂവിടുകയും ചെയ്യുകയുള്ളൂ. അത്തരത്തില് ശംഖുപുഷ്പം പൂവിടുകയാണെങ്കിൽ ഉടനടി ആ വീട്ടിൽ ഉണ്ടാകുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടില് ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനടി ഉണ്ടാകുവാൻ പോകുന്ന 6 കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ചില ഘട്ടങ്ങളിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒക്കെ ഈ ശംഖുപുഷ്പത്തിന്റെ തൈയൊക്കെ കൊണ്ടുവന്ന് നടും. എന്നാൽ എത്രയൊക്കെ പരിപാലിച്ചു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ആ ഒരു മണ്ണില് കിളിർത്ത് വരില്ല, അല്ലെങ്കിൽ പൂത്ത് നിൽക്കില്ല. അത് വാസ്തുപരമായിട്ട് വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര കടാക്ഷമുള്ള മണ്ണിൽ മാത്രമേ ശംഖുപുഷ്പം വളരുകയുള്ളൂ. ശംഖുപുഷ്പം എന്ന ഈ ചെടിക്ക് വാസ്തു പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ വളരെയധികം ദൈവികതയും നിലനിൽക്കുന്ന ഒരു ചെടിയാണ് ഇവ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ട ചെടിയായും ദുർഗാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീട്ടിൽ ദൈവികത വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു ചെടിക്ക് വാസ്തു പ്രാധാന്യത്തോടൊപ്പം തന്നെ ദൈവികമായിട്ടുള്ള പ്രാധാന്യവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ശംഖുപുഷ്പം നട്ടു വളർത്തേണ്ട സ്ഥാനത്തിന് നിങ്ങൾ അത്രയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെടി നട്ടു വളർത്തുന്ന സമയത്ത് എല്ലാവിധ ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥാനത്ത് തന്നെ നട്ടു വളർത്താനായിട്ടും ശ്രമിക്കണം. അപ്പൊ നമുക്ക് ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്ന വീട്ടില് ഉടനടി നടക്കാൻ പോകുന്ന ആ 6 കാര്യങ്ങളെ കുറിച്ച് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം ശംഖുപുഷ്പത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ശംഖുപുഷ്പം വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ദിക്കാണ്. അതായത് ഈ വടക്ക് കിഴക്ക് ദിശയിൽ ദൈവിക പ്രാധാന്യം അർഹിക്കുന്ന ചെടികൾ നട്ടു വളർത്തുവാൻ ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നട്ടു വളർത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പം നടുവാൻ ഏറ്റവും ഉത്തമമായ 2ാമത്തെ ദിശ കിഴക്ക് ദിശയാണ്. കാരണം ഉദയസൂര്യന്റെ ഊർജം ലഭിക്കുന്ന ദിശയാണ് ഈ ഒരു കിഴക്ക് ദിശ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ശംഖുപുഷ്പം വളരുന്നത് വീടിന് ഏറ്റവും ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ശംഖുപുഷ്പം വളർത്തുന്നത് വഴി നിങ്ങൾക്ക് ധനനേട്ടം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശംഖുപുഷ്പം നട്ടു വളർത്തേണ്ട ദിശ എന്ന് പറയുന്നത് വടക്ക് ദിശയാണ്. എന്നാൽ ഒരു കാരണവശാലും വീടിന്റെ തെക്ക് പടിഞ്ഞാറേ മൂല അഥവാ കന്നിമൂലയില് ശംഖുപുഷ്പം വളർത്താനായിട്ട് പാടില്ല. അത് തീർത്തും ഉത്തമമല്ലാത്ത സ്ഥാനമാണ്. ഇത് നിങ്ങൾ വളർത്തുന്നത് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ താനെ കിളിർത്ത് വന്നാലും ആ ഒരു കന്നിമൂല ഭാഗത്ത് ശംഖുപുഷ്പം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതവിടെ നിന്ന് പറിച്ച് മാറ്റി നടേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കന്നിമൂല ഭാഗത്ത് ശംഖുപുഷ്പം നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതൊന്ന് മാറ്റി നടുക. അത് ഗുണത്തിന് പകരം ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു വീട്ടിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലെ ശംഖുപുഷ്പം നട്ട് വളർത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് തെറ്റായ ദിശയിലാണ് വളരുന്നത് എന്നുണ്ടെങ്കിൽ അത് ദോഷഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ഥാനം പാലിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ ശംഖുപുഷ്പത്തിന്റെ ചെടി കരിഞ്ഞു നിൽക്കുകയോ പൂവുകൾ അപ്രതീക്ഷിതമായിട്ട് വാടിക്കൊഴിഞ്ഞു പോകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വാസ്തുവിനെയും നിങ്ങളുടെ വീടിനെയും ബാധിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഊർജത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വാടിയും കരിഞ്ഞും പോകാതെ ശംഖുപുഷ്പത്തിന്റെ ചെടിക്ക് കൃത്യമായിട്ട് പരിപാലനം നൽകുകയും വേണം. ഇനി നമുക്ക് ആ ഒരു 6 കാര്യത്തെക്കുറിച്ച് നോക്കാം. അതായത് ശംഖുപുഷ്പം നല്ല രീതിയിൽ വളർന്ന് പൂവിടുന്ന വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു 6 കാര്യങ്ങളെ കുറിച്ച്. ഇതിൽ 1ാമത്തെ കാര്യം, ഇത്തരത്തിൽ ശംഖുപുഷ്പം വളരെയധികം പൂവിടുന്ന വീട്ടില് പോസിറ്റീവ് ഊർജം അധികരിക്കുകയും അതിലൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനവും എല്ലാം തന്നെ വന്നു ചേരും എന്നുള്ളതാണ്.
മാത്രമല്ല ഇവ പോസിറ്റീവ് ഊർജം വളരെയധികം വീടുകളിൽ നിറയ്ക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത മനസമാധാനവും സന്തോഷവും എല്ലാം തന്നെ ഇത്തരത്തിൽ ശംഖുപുഷ്പം പൂക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടില് ശംഖുപുഷ്പം നല്ല രീതിയിൽ പൂത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടില് നല്ല രീതിയിൽ ദൈവാനുഗ്രഹം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഇത്തരത്തില് ദൈവാനുഗ്രഹവും ദൈവിക കടാക്ഷവും നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന കാര്യ തടസ്സങ്ങൾ അപ്രത്യക്ഷമാവുകയും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഇത്തരത്തില് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിൽ സന്തോഷം അലയടിക്കും എന്നുള്ളതാണ് വാസ്തവം. ഒപ്പം തന്നെ ശംഖുപുഷ്പം നിരവധിയായിട്ട് പൂക്കുകയാണെങ്കിൽ ദൈവാനുഗ്രഹം അധികരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട്, ശംഖുപുഷ്പം നല്ല രീതിയിൽ വളരുകയും പൂവിടുകയും ചെയ്യുന്ന വീടുകളിൽ ഉടനടി ശുഭകാര്യവും ധനസമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം. അതായത് ആ വീട്ടിലുള്ളവരുടെ കർമ്മ മേഖലകളിൽ ഉയർച്ചയും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള പുതിയ വഴികളുമെല്ലാം തന്നെ ഉടനടി തുറന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അത്രയേറെ നേട്ടങ്ങളെ ഒരു വീടിന് സമ്മാനിക്കുവാൻ കഴിവുണ്ട് ഈ ചെടിക്ക് എന്ന് തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി നാലാമതായിട്ട്, ശംഖുപുഷ്പം നല്ല രീതിയിൽ പൂവിടുന്ന വീടുകളിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു കാര്യം മികച്ച ആരോഗ്യസ്ഥിതിയാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വിട്ടുമാറാതെ പിന്തുടർന്നിരുന്ന അവസ്ഥകൾ അനുഭവിക്കുന്ന വ്യക്തികളുള്ള വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ ശംഖുപുഷ്പം നല്ല രീതിയിൽ വളർന്ന് പൂവിടുന്നതോടെ ആ വീട്ടിലുള്ള വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് തിരികെ എത്തുവാൻ അവർക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. അതിനാൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയും ഉന്മേഷവും ഊർജ്ജസ്വലതയും എല്ലാം തന്നെ വീട്ടിലുള്ള വ്യക്തികൾക്ക് പ്രദാനം ചെയ്യുവാൻ ശംഖുപുഷ്പം എന്ന ചെടിക്ക് കഴിയും. ഇനി അഞ്ചാമതായിട്ട്, ശംഖുപുഷ്പം വളരെയധികം പൂവിടുന്നതിലൂടെ നിങ്ങളുടെ വീടിന് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഊർജം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്രമേണ ഇല്ലാതാവുകയും നിങ്ങളുടെ വീട്ടില് നിലനിന്നിരുന്ന പ്രതിസന്ധികൾ ശമിച്ച് പല വിധത്തിലുള്ള ജീവിത നേട്ടങ്ങളും നിങ്ങളെ ദ്രോഹിച്ചവരുടെ മുൻപിൽ പോലും ഉയർച്ചകൾ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യവും ആ വീട്ടിലുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാക്കുക. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുകയും ആ വീടിനെയും വീട്ടിലുള്ളവരെയും ഒരു സംരക്ഷണ കവചം പോലെ പോസിറ്റീവ് ഊർജത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ചെടികൾ പൂവിടുന്നതിലൂടെ സഹായകമാകും എന്നുള്ളതാണ്. ഇനി ആറാമതായിട്ട് പറയുന്ന കാര്യം, ശംഖുപുഷ്പം പതിവിലും വിപരീതമായിട്ട് വളരെയധികം പൂവുകൾ തിങ്ങി നിറഞ്ഞു ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായ ധനവരവുകൾ ഉടനടി ഉണ്ടാകുമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ഇല്ലാതാകുവാൻ കുറയാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുള്ള പൈസ തിരിച്ചു കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള സമയമായി എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഒരുപക്ഷെ കിട്ടില്ല എന്ന് ഉറപ്പിച്ച പണം പോലും നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകാം. ഇനി അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവുകൾ മാത്രമല്ല, പല വിധത്തിലുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളും ഇത്തരത്തിൽ ശംഖുപുഷ്പം പൂത്തുലയുന്ന വീടുകളിൽ ഉണ്ടാകും. നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കൊണ്ടുതരുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ വീടുകളിലും ശംഖുപുഷ്പം വളരില്ല. ദൈവാധീനമുള്ള മണ്ണില് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വരുന്ന സമയത്ത് മാത്രമേ ശംഖുപുഷ്പം ഈ രീതിയിൽ നല്ല രീതിയിൽ കിളിർത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂത്തുലഞ്ഞു നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് എത്രയൊക്കെ പരിപാലിച്ചു കഴിഞ്ഞാലും ആ ചെടി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്താണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കുക. എല്ലാ തരത്തിലുള്ള ദൈവാനുഗ്രഹവും നല്ല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.